ഹായ് വീവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഗവൺമെൻറ് ITI മലമ്പുഴ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജിനേഷ്, കാർപ്പൻ്റർ ട്രേഡിലെ ജൂനിയർ ഇൻസ്ട്രക്ടറാണ്. നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് എഞ്ചിനീയർഡ് വുഡ് ടൈപ്സിനെ കുറിച്ചാണ്. എഞ്ചിനീയർഡ് വുഡ് അല്ലെങ്കിൽ മാനുഫാക്ചേർഡ് ബോർഡ് മനുഷ്യനിർമ്മിതമായ വുഡ് പ്രോഡക്റ്റാണ്. സാധാരണ വുഡിൽ നിന്നും വ്യത്യസ്തമായി എഞ്ചിനീയർഡ് വുഡ് വളരെ ഭാരം കുറഞ്ഞതും കരുത്തുറ്റതും വലുപ്പത്തിൽ അധികമായി നിർമ്മിച്ചവയുമാണ്. മരത്തിൻ്റെ കനം കുറഞ്ഞ പാളികൾ, മരപ്പൊടി, മരത്തിൻ്റെ ചെറിയ കഷ്ണങ്ങൾ എന്നിവ പശ ഉപയോഗിച്ചോ ഉയർന്ന ടെമ്പറേച്ചർ പ്രഷർ ഉപയോഗിച്ചോ ഒട്ടിച്ചെടുക്കുന്നവയാണ് എഞ്ചിനീയർഡ് വുഡ് ടൈപ്സ്. സാധാരണയായി ഉണ്ടാക്കുന്ന എഞ്ചിനീയർഡ് വുഡ് ടൈപ്സ് ആണ് പ്ലൈവുഡ്, ഹാർഡ് ബോർഡ്, ബ്ലോക്ക് ബോർഡ്, പാർട്ടിക്കിൾ ബോർഡ്, ഇൻസുലേഷൻ ബോർഡ്, ലാമിനേറ്റഡ് ബോർഡ്, സൺമൈക്ക എന്നിവ. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലൈവുഡ്, പ്ലൈവുഡ് സ്ട്രക്ചർ, മാനുഫാക്ചറിംഗ് ഓഫ് പ്ലൈവുഡ്, ഗ്രേഡ്സ് ഓഫ് പ്ലൈവുഡ്, ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലൈവുഡ് ഫോർ general purposes, different thickness and sizes of plywood, advantages of plywood, application of plywood എന്നിവയാണ്. ഇത് കൂടാതെ ഹാർഡ് ബോർഡ്, ബ്ലോക്ക് ബോർഡ്, ലാമിനേറ്റഡ് ബോർഡ്, പാർട്ടിക്കിൾ ബോർഡ്, ഇൻസുലേഷൻ ബോർഡ്, സൺമൈക്ക എന്നിവ എന്താണെന്നും അവയുടെ ഉപയോഗങ്ങളുമാണ് വിശദമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി പ്ലൈവുഡ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, പ്ലൈവുഡ് ഒരു മനുഷ്യനിർമ്മിതമായ വുഡ് പ്രോഡക്റ്റാണ്. പ്ലൈവുഡ് നിർമ്മിച്ചിരിക്കുന്നത് കനം കുറഞ്ഞ മരത്തിൻ്റെ പാളികളായ വെനീർസ് ഉപയോഗിച്ചാണ്. മൂന്നോ അതിലധികമോ ഒറ്റ സംഖ്യകളുള്ള പാളികൾ അല്ലെങ്കിൽ വെനീർസ് ഉപയോഗിച്ച് പശ കൊണ്ട് ഒട്ടിച്ചാണ് പ്ലൈവുഡ് നിർമ്മിക്കുന്നത്. നമുക്കറിയാം, വെനീർസ് എന്നു പറഞ്ഞത് മരത്തിൻ്റെ കനം കുറഞ്ഞ പാളികളാണ്. വെനീർസ് നിർമ്മിക്കുന്നത് സാധാരണ വുഡിനെ റോട്ടറി പീലിംഗ് അല്ലെങ്കിൽ റോട്ടറി കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് കനം കുറഞ്ഞ പാളികളായി ആവശ്യമുള്ള വലുപ്പത്തിൽ ചെത്തി എടുക്കുന്നു. പ്ലൈവുഡിൻ്റെ പാളികൾ അല്ലെങ്കിൽ വെനീർസ് പ്ലൈവുഡ് നിർമ്മിക്കുമ്പോൾ ഒരു വെനീർ എലോങ് ദ ഗ്രെയിൻ ആണെങ്കിൽ തൊട്ടു മുകളിലുള്ള വെനീർ എക്രോസ് ദ ഗ്രെയിൻ ആയിരിക്കും. വുഡ് ഗ്രെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വുഡിൻ്റെ സെല്ലിൻ്റെ ഡയറക്ഷനാണ്. തൊട്ടടുത്തുള്ള രണ്ടു വെനീറുകൾ ഗ്രെയിനിൻ്റെ ഡയറക്ഷനിൽ പെർപെൻഡിക്കുലാർ ആയിരിക്കും. ഇങ്ങനെ പാളികൾ അടുക്കി നിർമ്മിച്ചെടുക്കുമ്പോൾ പ്ലൈവുഡിൻ്റെ എല്ലാ വശങ്ങളിലും ദൃഢത അല്ലെങ്കിൽ സ്ട്രെങ്ത് വർദ്ധിക്കുന്നു. ഒരു 3 പാളികൾ ഉള്ള പ്ലൈവുഡിൽ മധ്യഭാഗത്തുള്ള പാളിയെ കോർ അല്ലെങ്കിൽ ഇന്നർ ലെയർ എന്നും മുകൾ ഭാഗത്തുള്ള പാളിയെ ഫേസ് പ്ലൈ എന്നും അടിഭാഗത്തുള്ള പാളിയെ ബോട്ടം അല്ലെങ്കിൽ ബാക്ക് പ്ലൈ എന്നുമാണ് പറയുന്നത്. ഒരു പ്ലൈവുഡിൽ 3 മുതൽ 13 വരെ ഒറ്റസംഖ്യകളായുള്ള പാളികളായാണ് നിർമ്മിച്ചെടുക്കുന്നത്. താഴെ കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ ഒരു വെനീറിൻ്റെയും പ്ലൈവുഡിൻ്റെയും ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ചിത്രം വെനീറിൻ്റെയും രണ്ടാമത്തെ ചിത്രം പ്ലൈവുഡിൻ്റെയുമാണ്. താഴെ കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ ഒരു 3 ലെയർ പ്ലൈവുഡിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ചിത്രത്തിൽ 3 ലെയർ പ്ലൈവുഡിൻ്റെ ഭാഗങ്ങളും ഗ്രെയിൻ ഡയറക്ഷനും ആരോ ഉപയോഗിച്ച് കാണിച്ചിരിക്കുന്നു. മേൽഭാഗത്തെ പ്ലൈയിനെ ഫേസ് പ്ലൈ എന്നും
മധ്യഭാഗത്തിന് കോർ അല്ലെങ്കിൽ ക്രോസ് പ്ലൈ എന്നും അടിഭാഗത്തുള്ള പ്ലൈയിനെ ബാക്ക് പ്ലൈ എന്നുമാണ് പറയുന്നത്. അടുത്തടുത്തുള്ള പ്ലൈയുകൾ തമ്മിലുള്ള ഗ്രെയിൻ ഡയറക്ഷൻ പെർപെൻഡിക്കുലാർ ആയിരിക്കും. മാനുഫാക്ചറിംഗ് ഓഫ് പ്ലൈവുഡ്. നമുക്കറിയാം, പ്ലൈവുഡ് നിർമ്മിക്കുമ്പോൾ 3 അതിലധികമോ വെനീറുകൾ തമ്മിൽ ഗ്രെയിനിൻ്റെ പെർപെൻഡിക്കുലാർ ഡയറക്ഷനിൽ അടുത്തടുത്തുള്ള വെനീർസ് പശ ഉപയോഗിച്ച് ഒട്ടിച്ചാണ് നിർമ്മിച്ചെടുക്കുന്നത്. ഇങ്ങനെ അടുത്തടുത്തുള്ള വെനീർസിൻ്റെ ഗ്രെയിൻ പെർപെൻഡിക്കുലാർ ഡയറക്ഷനിൽ ഒട്ടിച്ചെടുക്കുന്നത് കാരണം പ്ലൈവുഡിൻ്റെ എല്ലാ ഭാഗത്തും കൂടുതൽ ബലം ഉണ്ടായിരിക്കും. ഒരു ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ച് പശ വെച്ച് ഒട്ടിച്ചെടുത്ത വെനീർസിനെ പ്രസ് ചെയ്ത് കൂടുതൽ ദൃഢമാക്കിയെടുക്കുന്നു. പശ വെച്ച് ഒട്ടിച്ചു വെച്ച വെനീർസിനെ 2 രീതിയിൽ ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ച് പ്രസ് ചെയ്ത് എടുക്കാവുന്നതാണ്. അവ കോൾഡ് കണ്ടീഷൻ പ്രസ്സിംഗ് എന്നും ഹോട്ട് കണ്ടീഷൻ പ്രസ്സിംഗ് എന്നും അറിയപ്പെടുന്നു. സാധാരണ റൂം ടെമ്പറേച്ചറിൽ വെനീർസിനെ പ്രഷർ ചെയ്ത് എടുക്കുന്നതിനെയാണ് കോൾഡ് കണ്ടീഷൻ പ്രസ്സിംഗ് എന്ന് പറയുന്നത്. 150 ഡിഗ്രി സെൽഷ്യസ് മുതൽ 260 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചറിൽ വെനീർസിനെ പ്രസ് ചെയ്ത് എടുക്കുന്നതാണ് ഹോട്ട് കണ്ടീഷൻ പ്രസ്സിംഗ്. 7 മുതൽ 14 kg/cm² എന്ന തോതിലാണ് വെനീർസിൽ ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ച് പ്രഷർ ചെയ്യുന്നത്. ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുന്ന ബോർഡിൽ കൂടുതൽ ഈർപ്പം അടങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള പ്ലൈവുഡ് ബോർഡിനെ കളക്ട് ചെയ്ത് ഡ്രൈയിങ് ചേമ്പർ അല്ലെങ്കിൽ കിലൺ ഉപയോഗിച്ച് ആവശ്യമായ അളവിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റിലേക്ക് മാറ്റിയെടുക്കുന്നു. അതിനുശേഷം ആവശ്യമായ നീളത്തിലോ വീതിയിലോ പ്ലൈവുഡ് ബോർഡിനെ കട്ട് ചെയ്ത് എടുക്കുന്നു. ഗ്രേഡ്സ് ഓഫ് പ്ലൈവുഡ്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് IS 303 1975 പ്രകാരം 4 രീതിയിലുള്ള പ്ലൈവുഡ് ഗ്രേഡുകൾ ലഭ്യമാണ്. അവ താഴെ പറയുന്നവയാണ്: ബോയിലിംഗ് വാട്ടർ പ്രൂഫ്, ബോയിലിംഗ് വാട്ടർ റെസിസ്റ്റൻറ്റ്, വാം വാട്ടർ റെസിസ്റ്റൻറ്റ്, കോൾഡ് വാട്ടർ റെസിസ്റ്റൻറ്റ് എന്നിവയാണ് അവ. വാട്ടർ പ്രൂഫ് പൂർണ്ണമായി വാട്ടറിനെ പ്രതിരോധിക്കുന്നതാണ്. വാട്ടർ റെസിസ്റ്റൻറ്റ് ഒരു പരിധിവരെ വാട്ടറിനെ പ്രതിരോധിക്കുന്നതാണ്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് IS 303 1975 പ്രകാരം ഗ്രേഡ് 1 മരങ്ങളായ ഐനി, ബിർച്ച്, മാംഗോ, റോസ്വുഡ്, ടീക്ക് എന്നിവ ബോയിലിംഗ് വാട്ടർ പ്രൂഫ് ഗ്രേഡിനും ബോയിലിംഗ് വാട്ടർ റെസിസ്റ്റൻറ്റ് ഗ്രേഡിനും ഉപയോഗിക്കാവുന്നതാണ്. ഗ്രേഡ് 1 അല്ലെങ്കിൽ ഗ്രേഡ് 2 മരങ്ങൾ വാം വാട്ടർ റെസിസ്റ്റൻറ്റിനും കോൾഡ് വാട്ടർ റെസിസ്റ്റൻറ്റിനും ഉപയോഗിക്കാവുന്നതാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലൈവുഡ് ഫോർ ജനറൽ പർപ്പസസ്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് 303 1975 പ്രകാരം പ്ലൈവുഡിൻ്റെ സർഫസിനെ ABCD എന്നിങ്ങനെ 4ആയി തരംതിരിച്ചിരിക്കുന്നു. A സർഫസ് പ്ലൈവുഡിൽ 1 മീറ്റർ സ്ക്വയറിൽ 3 ഡിഫക്റ്റും, B സർഫസ് പ്ലൈവുഡിൽ 1 മീറ്റർ സ്ക്വയറിൽ 6 ഡിഫക്റ്റും, C സർഫസ് പ്ലൈവുഡിൽ 1 മീറ്റർ സ്ക്വയറിൽ 9 ഡിഫക്റ്റും, D സർഫസ് പ്ലൈവുഡിൽ 9നേക്കാൾ കൂടുതൽ ഡിഫക്റ്റും ഉണ്ടായിരിക്കും. കോമൺ പർപ്പസിനു വേണ്ടി ഉപയോഗിക്കുന്ന പ്ലൈവുഡിനെ 10 ഗ്രൂപ്പുകളായി തരംതിരിച്ചിരിക്കുന്നു. AA, AB, AC, AD, BB, BC, BD, CC, CD, DD എന്നിവയാണ് ആ 10 ഗ്രൂപ്പുകൾ. ഉദാഹരണമായി AB എന്ന ഗ്രൂപ്പ് എടുത്താൽ A കാണിക്കുന്നത് ഫേസ് ക്വാളിറ്റിയായ 1 മീറ്റർ സ്ക്വയറിൽ 3 ഡിഫക്റ്റും,
ബി കാണിക്കുന്നത് പ്ലൈവുഡിൻ്റെ ബാക്ക് സർഫസിൻ്റെ ക്വാളിറ്റിയായ ഒരു മീറ്റർ സ്ക്വയറിൽ 6 ഡിഫക്റ്റും ആണ്. ഒരു പ്ലൈവുഡിൽ പ്ലൈയുടെ എണ്ണം മാറുന്നതിന് അനുസരിച്ച് വ്യത്യസ്ത തിക്നെസ്സിൽ ഉള്ള പ്ലൈവുഡുകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. ഡിഫറൻറ്റ് തിക്നെസ് ആൻഡ് സൈസസ് ഓഫ് പ്ലൈവുഡ്. താഴെ കാണിച്ചിരിക്കുന്ന ടേബിൾ 1-ൽ നമ്പർ ഓഫ് പ്ലൈയും ആ പ്ലൈയിൽ ലഭ്യമായ പ്ലൈവുഡ് ബോർഡിൻ്റെ തിക്നെസ് mm-ലും കാണിച്ചിരിക്കുന്നു. ടേബിൾ 2-വിൽ വിവിധ നീളത്തിലും വീതിയിലുമുള്ള പ്ലൈവുഡിൻ്റെ സൈസ് കാണിച്ചിരിക്കുന്നു. ഉദാഹരണമായി ടേബിൾ 1-ൽ 5 പ്ലൈ എടുത്താൽ അതിൽ 5 ലെയേഴ്സ് അല്ലെങ്കിൽ വെനീർസ് ആണ് അടങ്ങിയിരിക്കുന്നത്. ഈ 5 പ്ലൈ പ്ലൈവുഡിൽ 5, 6, 7, 8, 9 mm തിക്നെസ്സിൽ മാർക്കറ്റിൽ ലഭ്യമാണ്. ടേബിൾ 2-വിൽ സീരിയൽ നമ്പർ 1-ൽ സൈസ് 240 × 120 സെൻറ്റിമീറ്റർ ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ ലെങ്ത് 240 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 120 സെൻറ്റിമീറ്ററും അളവിലും പ്ലൈവുഡ് മാർക്കറ്റിൽ ലഭ്യമാണ്. അഡ്വാൻറ്റേജസ് ഓഫ് പ്ലൈവുഡ്. പ്ലൈവുഡ് നിർമ്മിക്കുന്നത് വളരെ വലുപ്പത്തിൽ ഷീറ്റുകൾ ആയാണ്. പ്ലൈവുഡ് നിർമ്മിക്കുന്നതിന് ജോയിൻ്റ് ആവശ്യമില്ല. അതിനാൽ വളരെ പരന്നതും ആകർഷകവുമായ വുഡ് സർഫസ് ലഭിക്കുന്നു. ഒരേ തിക്നെസ്സിലുള്ള വുഡുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്ലൈവുഡിൻ്റെ ഭാരം കുറവും ദൃഢത കൂടുതലുമാണ്. പ്ലൈവുഡ് ബോർഡിൽ ചുരുങ്ങുന്നതും വളയുന്നതുമായ പ്രശ്നം ഇല്ല. പ്ലൈവുഡിൻ്റെ എൻഡിൽ ആണിയോ സ്ക്രൂസ് എന്നിവ തറയ്ക്കുമ്പോൾ ആ ഭാഗം പൊളിഞ്ഞ് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. പ്ലൈവുഡിൻ്റെ സർഫസ് പോളിഷ് ചെയ്ത് ഭംഗിയും ആകർഷകവും ആക്കാൻ സാധിക്കുന്നു. ആപ്ലിക്കേഷൻ ഓഫ് പ്ലൈവുഡ്. ബിൽഡിങ്ങിൻ്റെ ഇൻറ്റീരിയർ വാൾസ്, സീലിംഗ്സ് എന്നിവ ഉണ്ടാക്കുന്നതിനും വാതിൽ, കബോർഡ്സ് എന്നിവ ഉണ്ടാക്കുന്നതിനും പ്ലൈവുഡ് ഉപയോഗിക്കുന്നു. ക്യാബിനറ്റ്സ്, ബെഡ് എന്നീ ഫർണിച്ചറുകൾ നിർമ്മിക്കാൻ പ്ലൈവുഡ് ഉപയോഗിക്കുന്നു. റെയിൽവേ കോച്ച് വർക്ക്, ഷിപ്പ് ബിൽഡിംഗ്, എയർക്രാഫ്റ്റ് കൺസ്ട്രക്ഷൻ എന്നിവയ്ക്കും പ്ലൈവുഡ് ഉപയോഗിക്കുന്നുണ്ട്. ഹാർഡ് ബോർഡ്. ചിത്രത്തിലുള്ള ഹാർഡ് ബോർഡിൻ്റെ ചിത്രം ശ്രദ്ധിക്കുക. ഒരു എഞ്ചിനീയർഡ് വുഡ് പ്രോഡക്റ്റായ ഹാർഡ് ബോർഡ് ഒരു തരത്തിലുള്ള ഫൈബർ ബോർഡ് ആണ്. ലോ ക്വാളിറ്റി വുഡ്, സ്മാർട്ട് ലോഗ്സ് എന്നിവ മെഷീൻസ് ഉപയോഗിച്ച് വളരെ ചെറിയ വുഡ് ചിപ്സുകളാക്കി മാറ്റുന്നു. ഈ ചെറിയ വുഡ് ചിപ്സിനെ സ്റ്റീം ഉപയോഗിച്ച് സോഫ്റ്റ് ഫൈബേഴ്സ് അല്ലെങ്കിൽ നാരുകളാക്കി മാറ്റുന്നു. ഈ ഫൈബേഴ്സിലേക്ക് വാട്ടറും കെമിക്കൽസും മിക്സ് ചെയ്ത് ഒരു ട്രേസിംഗ് മെഷ് സ്ക്രീനിൽ ഒഴിച്ച് വാട്ടർ റിമൂവ് ചെയ്ത് മാറ്റ് രൂപത്തിലാക്കുന്നു. ഈ മാറ്റിനെ നാച്ചുറൽ അഡ്ഹസീവ് ചേർത്ത് ഉയർന്ന ടെമ്പറേച്ചറിൽ പ്രസ് ചെയ്ത് എടുക്കുന്നു. ഇങ്ങനെ ചെയ്തു കിട്ടുന്ന ഹാർഡ് ബോർഡ് ഹാർഡും തിന്നും ആയിരിക്കും. ഹാർഡ് ബോർഡിനെ ഹൈ ഡെൻസിറ്റി ഫൈബർ ബോർഡ് എന്നാണ് പറയുന്നത്. ഹാർഡ് ബോർഡ് ഫർണിച്ചർ നിർമ്മിക്കുന്നതിനും കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലും ഉപയോഗിക്കുന്നു. ബ്ലോക്ക് ബോർഡ്. ബ്ലോക്ക് ബോർഡിൻ്റെ ചിത്രം ശ്രദ്ധിച്ച് നോക്കുക. ബ്ലോക്ക് ബോർഡിൽ വ്യത്യസ്ത വലുപ്പത്തിൽ ഉള്ള വുഡ് സ്ട്രിപ്സുകൾ ഒട്ടിച്ചു ചേർത്ത കോർ എന്ന ഭാഗം ഉണ്ട്. കോറിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും വെനീർസ് ഹീറ്റ് ഉപയോഗിച്ച് പ്രസ് ചെയ്ത് ഒട്ടിച്ചിരിക്കുന്നു. ബ്ലോക്ക് ബോർഡിൻ്റെ കോർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വുഡ് സ്ട്രിപ്സിൻ്റെ തിക്നെസ് 18 mm മുതൽ 38 mm വരെ ആണ്. ഇങ്ങനെ വുഡ് സ്ട്രിപ്സിനെ ചേർത്ത് ഒട്ടിച്ച്
സ്ലാബ് രൂപത്തിലാക്കുന്നു. ഈ സ്ലാബിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും വെനീർസുകൾ ഉയർന്ന ടെമ്പറേച്ചറിൽ പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നു. ഇതിനെ ബ്ലോക്ക് ബോർഡ് എന്നു പറയുന്നു. ബ്ലോക്ക് ബോർഡിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് 12% എന്ന തോതിലാക്കുന്നു. സാധാരണ മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ബ്ലോക്ക് ബോർഡിൻ്റെ വലിപ്പം 2440 mm × 1220 mm എന്ന വലിപ്പത്തിലാണ്. ബ്ലോക്ക് ബോർഡ് എക്സ്റ്റേണൽ പർപ്പസിനും ഇൻറ്റേർണൽ പർപ്പസിനും ഉപയോഗിക്കുന്നു. റെയിൽവേ കോച്ചസ്, ബസ്സസ്, ലോറി ബിൽഡിംഗ് എന്നീ എക്സ്റ്റേണൽ പർപ്പസിനും ഫർണിച്ചർ വർക്ക്, പാർട്ടീഷൻ വർക്ക് എന്നീ ഇൻറ്റേർണൽ പർപ്പസിനും വേണ്ടി ബ്ലോക്ക് ബോർഡ് ഉപയോഗിക്കുന്നു. ലാമിനേറ്റഡ് ബോർഡ്. ബ്ലോക്ക് ബോർഡ് പോലെ തന്നെ കോർ എന്ന മധ്യഭാഗവും ഫേസ് പ്ലൈ, ബോട്ടം പ്ലൈ എന്നീ താഴത്തെയും മേലത്തെയും ഭാഗങ്ങൾ ലാമിനേറ്റഡ് ബോർഡിൽ ഉണ്ട്. പക്ഷേ ലാമിനേറ്റഡ് ബോർഡിൽ ഉപയോഗിക്കുന്ന വുഡ് സ്ട്രിപ്സിൻ്റെ വലിപ്പം വളരെ കുറവായിരിക്കും. ലാമിനേറ്റഡ് ബോർഡിൽ ഉപയോഗിക്കുന്ന വുഡ് സ്ട്രിപ്സിൻ്റെ വീതി 7 mm കുറവായിരിക്കും. ലാമിനേറ്റഡ് ബോർഡിൽ ഉപയോഗിക്കുന്ന വെനീർസ് 2 മുതൽ 3 mm വരെ തിക്നെസ് ഉള്ളതും കോറിൻ്റെ ഗ്രെയിനിൻ്റെ ഡയറക്ഷന് ഇരുഭാഗത്തും പെർപെൻഡിക്കുലറും ആയിരിക്കും. ലാമിനേറ്റഡ് ബോർഡ് ദൃഢതയുള്ളതും ഭാരത്തിൽ കുറവുമായിരിക്കും. ലാമിനേറ്റഡ് ബോർഡ് ഉപയോഗിച്ച് ഹൈ ക്വാളിറ്റി ഫർണിച്ചറും ഡോർ, വിൻഡോ, പാക്കിംഗ് കേസ് എന്നിവയും നിർമ്മിച്ചെടുക്കുന്നു. പാർട്ടിക്കിൾ ബോർഡ്. പാർട്ടിക്കിൾ ബോർഡിൻ്റെ മറ്റൊരു പേരാണ് ചിപ്പ് ബോർഡ്. പാർട്ടിക്കിൾ ബോർഡ് നിർമ്മിക്കുന്നത് വുഡ് ചിപ്സ്, സോമിൽ ഷേവിങ്സ്, സോഡസ്റ്റ്, സിന്തറ്റിക് റെസിൻ അല്ലെങ്കിൽ അനുയോജ്യമായ ബൈൻഡർ ഉപയോഗിച്ചാണ്. ഈ മിക്സറിനെ ഉയർന്ന ടെമ്പറേച്ചറിലും പ്രഷറിലും പ്രസ് ചെയ്ത് ബോർഡുകളും ഷീറ്റുകളും ആക്കി മാറ്റുന്നു. പാർട്ടിക്കിൾ ബോർഡിൻ്റെ കോസ്റ്റ് മറ്റു എഞ്ചിനീയർഡ് വുഡ് ടൈപ്സിനേക്കാൾ വില കുറഞ്ഞതാണ്. പാർട്ടിക്കിൾ ബോർഡ് മറ്റു ഫൈബർ ബോർഡുകളേക്കാൾ ഭാരം കുറഞ്ഞതും ബലത്തിൻ്റെ കാര്യത്തിൽ കുറവുള്ള ബോർഡുമാണ്. ടേബിൾ ടോപ്സ്, TV ക്യാബിനറ്റ്സ്, ഡെസ്ക് എന്നിവ പാർട്ടിക്കിൾ ബോർഡ് ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കുന്നു. പ്ലാസ്റ്റിക് ലാമിനേറ്റ്, വെനീർ എന്നിവയ്ക്ക് കോർ ഉണ്ടാക്കുന്നതിനും വേണ്ടി പാർട്ടിക്കിൾ ബോർഡ് ഉപയോഗിക്കുന്നു. സാധാരണ ലഭ്യമാകുന്ന പാർട്ടിക്കിൾ ബോർഡിൻ്റെ സൈസ് 2440 mm × 1220 mm ആണ്. പാർട്ടിക്കിൾ ബോർഡിൻ്റെ തിക്നെസ് 6 mm മുതൽ 25 mm വരെയാണ്. ഇൻസുലേഷൻ ബോർഡ്. വുഡ് ചിപ്സിനെയും ഷുഗർ കെയിൻ പ്രോസസ്സിങ്ങിൻ്റെ ഫൈബർ രൂപത്തിലുള്ള ബൈ പ്രോഡക്റ്റായ ബഗാസസിനെയും സ്റ്റീം അല്ലെങ്കിൽ മെക്കാനിക്കൽ പ്രോസസ്സ് ഉപയോഗിച്ച് ഫൈബേഴ്സ് ആക്കി മാറ്റുന്നു. ഈ ഫൈബേഴ്സിലേക്ക് വാട്ടറും കെമിക്കൽസും ചേർത്ത് പൾപ്പ് ആക്കി മാറ്റുന്നു. ഈ പൾപ്പിൽ നിന്ന് ട്രേസിംഗ് മെഷ് സ്ക്രീൻ ഉപയോഗിച്ച് വാട്ടർ റിമൂവ് ചെയ്ത് ഫെൽറ്റിംഗ് എന്ന പ്രോസസ്സ് ഉപയോഗിച്ച് ലാർജ് ഷീറ്റ് രൂപത്തിലാക്കി പ്രസ് ചെയ്ത് എടുക്കുന്നു. ഈ ഷീറ്റിനെ ഡ്രൈ ചെയ്ത് ആവശ്യമുള്ള സൈസിലേക്ക് കട്ട് ചെയ്ത് എടുക്കുന്നു. ഇൻസുലേഷൻ ബോർഡ് ഇൻറ്റേർണൽ വർക്കിനും എക്സ്റ്റേണൽ വർക്കിനും ഉപയോഗിക്കുന്നു. ഇൻസുലേഷൻ ബോർഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷനും റൂഫ് ഇൻസുലേഷനും ശബ്ദം കുറയ്ക്കുന്നതിനുള്ള ബോർഡ് അല്ലെങ്കിൽ സൗണ്ട് ഡിസെൻഡിംഗ് ബോർഡ് ആയും ഉപയോഗിക്കുന്നു. സൺമൈക്ക. വുഡൻ അല്ലെങ്കിൽ പ്ലൈവുഡ് സർഫസിൽ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിക്കുന്ന ആകർഷണമായ ഷീറ്റാണ് സൺമൈക്ക. സൺമൈക്ക ഏറെക്കാലം നിലനിൽക്കുന്നതുമാണ്. സൺമൈക്ക ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് സൺമൈക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനമാണ്. സൺമൈക്ക എന്നത് ഒരു ട്രേഡ് നെയിം ആണ്. മറ്റു കമ്പനികൾ ഇതിനെ ഫോമിക്ക, ഡീകോലാം, സൺഗ്ലാസ് എന്നീ ട്രേഡ് നെയിമുകളിലാണ് നിർമ്മിച്ചെടുക്കുന്നത്. നിരവധി വെനീർസിനെ കൂട്ടി ഒട്ടിച്ച് മുകളിലത്തെ വെനീർസിനെ നിയന്ത്രിതമായ
ഉയർന്ന പ്രഷറിലും ടെമ്പറേച്ചറിലും പ്രസ് ചെയ്യുന്നു. ഇങ്ങനെ നിയന്ത്രിതമായ ഉയർന്ന പ്രഷറിലും ടെമ്പറേച്ചറിലും വെനീർസിൻ്റെ സർഫസിൽ പോളിമറൈസേഷൻ നടന്ന് ഒരു ഷീറ്റ് രൂപത്തിലാക്കി മാറ്റുന്നു. ഇതിനെ സൺമൈക്ക എന്ന ട്രേഡ് നാമത്തിൽ അറിയപ്പെടുന്നു. സൺമൈക്ക വളരെ ആകർഷണമാർന്നതും വളരെ കാലം നിലനിൽക്കുന്നതുമാണ്. സൺമൈക്ക, ലൈറ്റ് ആസിഡ്, ഓയിൽസ്, ഒരു പരിധിവരെയുള്ള ടെമ്പറേച്ചർ എന്നിവ പ്രതിരോധിക്കാൻ സാധിക്കുന്നു. സൺമൈക്ക 3.2 mm, 4 mm, 6 mm എന്നീ തിക്നെസ്സിൽ ലഭ്യമാണ്. എല്ലാവർക്കും എഞ്ചിനീയർഡ് വുഡ് ടൈപ്സ് മനസ്സിലായി എന്നു കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.